നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത്. ഈ വർഷം സൂര്യൻ മേടം മാസത്തിൽ പ്രവേശിക്കുന്നത് 1200 മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:15 അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി കാലത്ത് 3:15 സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമണം എന്നൊക്കെ നാം പറയും. ഇതിനെയാണ് ലോക മലയാളികളെല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത്. ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം. എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട്. ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത്. മേടം 10 10-ാമുദയം. എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്തെ പ്രാധാന്യം? സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു, ചന്ദ്രൻ രാജ്ഞിയാണ്. സൂര്യനാകുന്നു ആത്മപ്രഭാവം, താതശ്ച ആത്മപ്രഭാവ. തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം, പൗരുഷം, പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു, ആത്മപ്രഭാവമുണ്ടാകുന്നു, വ്യക്തിത്വമുണ്ടാകുന്നു. വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ കയറി ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അതാണ് ആത്മപ്രഭാവം. സൂര്യൻ രാജാവാണ്, കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ. സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവടിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥാ യഹ് ശ്രുതൗ വാചം ന സദധാതു നൈകകിരണത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങളുടെ കവടിക്രിയ ആരംഭിക്കുന്നത്. പ്രഭാവമാകുന്നു, വ്യക്തിത്വമാകുന്നു സൂര്യൻ. ഈ സൂര്യൻ ഇതാ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ 12 രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേടൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ആദ്യത്തെ ചാരവശാൽ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും എപ്രകാരമെന്ന് മകരൻ രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മകരൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. ഒരു അധോമുഖ രാശിയാണ്. തല താഴ്ത്തിപ്പിടിക്കുന്ന രാശിയായിരുന്നു അധോമുഖ രാശി. സൂര്യൻ നിൽക്കുന്ന രാശി, അതിൻ്റെ കേന്ദ്രഭാവങ്ങൾ ലഗ്നം 4, 7, 10 ഇതൊക്കെയാണ് അധോമുഖ രാശി. ഊർധ്വമുഖ രാശിയാണെങ്കിൽ വളർച്ചയാണ്, അധോമുഖ രാശിയാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സൂര്യന് മകരൻ രാശിക്കാർക്ക് അഷ്ടമാധിപത്യമുള്ള ഗ്രഹമാകുന്നു. മകരൻ രാശിയുടെ 8-ാം ഭാവമാകുന്നു ചിങ്ങൻ രാശി. ആ ചിങ്ങൻ രാശിയുടെ ആധിപത്യമുണ്ട് ആർക്ക്? സൂര്യന്. അതിനാൽ അഷ്ടമം ജ്യോതിഷത്തിൽ അഷ്ടമായ ഭാവമാകുന്നു. ആ അഷ്ടമാധിപനായ ഗ്രഹമാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് ഉച്ചസ്ഥനുമാണ്. പാപഗ്രഹങ്ങൾ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ദോഷങ്ങൾ കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാവങ്ങളെന്ന്
നാം ചിന്തിക്കണം. എന്തൊക്കെയാണ് നാലാം ഭാവം? മാതാ സുഹൃത്ത് മാതുല ഭാഗിനിയായ അമ്മ, സുഹൃത്ത്, അമ്മാവന്മാർ, മരുമക്കൾ, ക്ഷേത്രം, സുഖം, വാഹനം, ആസനം, തൻ്റെ ഭൂമി, കൃഷിഭൂമി, വീട്, തൻ്റെ ഇരിപ്പിടം, തൻ്റെ വാഹനം, ഇതൊക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അഷ്ടമാധിപനായ സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ ഭാവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും, ഒരു സംശയവുമില്ല. കാരണം തത്ര അതികഷ്ട അഷ്ടമ, ജ്യോതിഷത്തിൽ ഏറ്റവും ദോഷപ്പെട്ട ഭാവമാകുന്നു അഷ്ടമഭാവം. അതിനാൽ നാലാം ഭാവത്തിൽ ഈ സൂര്യൻ്റെ നിൽപ്പ് അത്രത്തോളം മംഗളമല്ല മകരൻ രാശിക്കാർക്ക്. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. വിസുഖ വിഗതം സുഖം യസ്യ സഹ, തൻ്റെ സുഖം നഷ്ടപ്പെടുക. നാലാം ഭാവം സുഖഭാവമാകുന്നു. അവിടെ നിൽക്കുന്ന ഗ്രഹം തൻ്റെ സ്വസ്ഥത നശിപ്പിക്കും. പീഡിതമാനസ, മനസ്സ് അങ്ങേയറ്റം പീഡയിൽ പോകും. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും മകരം രാശിക്കാർ. ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം ആചാര്യൻ വർണ്ണിച്ചിരിക്കുന്നു. തുരിയേ ദിനേശതി ശോഭാധികാര ജനസമ്പ്രജത് വിഗ്രഹം ബന്ധുദോപി. 4 സൂര്യൻ നിൽക്കുമ്പോൾ തൻ്റെ ശോഭ കാരണം ബന്ധുക്കളും ജനങ്ങളും തന്നോട് കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ബന്ധുക്കളും മറ്റ് ജനങ്ങളും തന്നോട് കലഹിക്കും. പിന്നെയോ പ്രവാസി, താൻ ദേശം വിട്ടു പോകും. ദേശം വിട്ടു പോകേണ്ട അവസ്ഥ സംജാതമാകും. വിപക്ഷാഹവേ മാനഭംഗം, ശത്രുമായുള്ള യുദ്ധത്തിൽ തൻ്റെ അഭിമാനത്തിന് ഭംഗം വരുന്നതാണ്. കഥാചിത്ന ശാന്തം ഭവേത്തസ്യ ചേതഹ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിനൊരിക്കലും ശാന്തി ഉണ്ടാകില്ല. അങ്ങേറ്റം ടെൻഷനും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാരണം നാലാം ഭാവം നിങ്ങളുടെ സുഖഭാവമാണ്. അവിടെയാണ് അഷ്ടമാധിപനായ സൂര്യൻ നിൽക്കുന്നത്. അതിനാൽ ഗുണത്തെക്കാൾ ഏറെ നാം ഇവിടെ ചിന്തിക്കേണ്ടത് ദോഷങ്ങളെയാണ്. വളരെ ശ്രദ്ധിക്കണം മകരൻ രാശിക്കാർ. ആ നാലാം ഭാവം സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ വരും. മാതുർമാതുല ഭാഗിനേയ സുഹൃതാം ഗോവേശ്മ ശയ്യാസന ക്ഷേത്രാണമപി വാഹനസ്യ വിപത് ഹൃദ്ദേശരുക് ചാസുഖം. ഇതൊക്കെയാണ് നാലാം ഭാവത്തിൽ പാപഗ്രഹം വന്നാലുള്ള ഫലം പറഞ്ഞിരിക്കുന്നത്. അമ്മ, അമ്മാവന്മാർ, മരുമക്കൾ, വാഹനം, ഗോവേശ്മ, നാൽക്കാലികൾ, വീട്, ശയ്യ, വീട് തന്നെ, ക്ഷേത്രം, കൃഷിഭൂമി, അതിനൊക്കെ വിപത്തുക്കൾ ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ കാർഷിക വിഭവങ്ങളിൽ ശ്രദ്ധിക്കണം, നാൽക്കാലികളിൽ ശ്രദ്ധിക്കണം, വാഹനം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അധോമുഖ രാശിയാണ്. അഖിലേർ ഹീയതേ വിത്താദിഭി, തനിക്ക് കാശ് തരേണ്ട വ്യക്തികൾ കാശ് തരാൻ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കും. ഈ ഒരു സമയത്ത് സുഹൃത്തുക്കൾ തന്നെ കൈവിട്ടു പോകും, വാഹനത്തിന് വീഴും. അതിനാൽ രാത്രി യാത്ര വളരെയധികം ശ്രദ്ധിക്കണം മകരൻ രാശിക്കാർ. വളരെ കെയർഫുള്ളായിട്ട് മാത്രം രാത്രി യാത്ര ചെയ്യുക. അസമയത്തുള്ള യാത്രയിൽ താൻ ചതിക്കപ്പെടാം. തൻ്റെ ധനമോ അല്ലെങ്കിൽ തന്നെ വില കൂടിയ ആഭരണങ്ങളോ നഷ്ടപ്പെടാം, കവർന്നെടുക്കപ്പെടാം. അതിനാൽ വാഹനങ്ങളിലൂടെയുള്ള രാത്രി യാത്ര വളരെയധികം ശ്രദ്ധിക്കണം മകരൻ രാശിക്കാർ. നിർബന്ധമായും മകരൻ രാശിക്കാർ വീടുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കുക. ബന്ധുക്കളോട് കലഹിക്കുമെന്നാണ്. അതിനാൽ ഭൂമിപരമായ അതിർത്തി തർക്കങ്ങൾ, രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം. നിയന്ത്രണങ്ങൾ പാലിക്കണം. നിയന്ത്രണങ്ങൾ പാലിച്ചെങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളാകും. പിന്നെ ബന്ധം നമുക്ക് വിളക്കിയെടുക്കാൻ വലിയ പ്രയാസമാണ്. അതിനാൽ ഇവിടെ മൗനം വിദ്വാനും വിഡ്ഢിക്കും ഭൂഷണമാണ്. അടങ്ങിയിരിക്കുക, പ്രകോപിതരാകാതിരിക്കുക, രാത്രി സമയത്തുള്ള യാത്ര വേണ്ട എന്ന് വെക്കുക. ഇവിടെയും പരിഹാരം നന്നായി ധർമ്മദൈവ സങ്കേതങ്ങളിൽ, നാലാം ഭാവം നമ്മുടെ ധർമ്മദൈവ സങ്കേതമാകുന്നു. ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കുമാല പായസം 1-ാം തീയതി തന്നെ, ഏപ്രിൽ 14-ാം തീയതി കാലത്ത് തന്നെ ധർമ്മദൈവ സങ്കേതങ്ങൾ സന്ദർശിച്ച് അവിടെ വിളക്കിലേക്ക് എണ്ണ, തിരി ഒക്കെ സമർപ്പിക്കുക. അവിടെ ജ്വലിക്കട്ടെ, അവിടെ പ്രകാശിക്കട്ടെ. ഈ ചെറിയ ചെറിയ ദുരിതങ്ങൾ മാറട്ടെ, ശത്രുദോഷം മാറട്ടെ, എല്ലാം മാറി നല്ല രീതിയിൽ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ശാരീരികമായ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കാരണം നാലാം ഭാവം ഹൃദയമാകുന്നു. ഇവിടെ നാലാം ഭാവാധിപനായ ചൊവ്വ നീചസ്ഥനുമാണ്. ഹൃത്സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. തറവാട്, ഭൂമി, വീട്, ഇതുമായി ബന്ധപ്പെടുന്ന ദുരിതങ്ങൾ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായി ഭാര്യയ്ക്ക് തീ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം. ചൂടുവെള്ളം മറിഞ്ഞ് അപകടമുണ്ടാകാം. ഇതെല്ലാം ശ്രദ്ധിക്കുക. പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശിക്കാർക്കും ശോഭനമായ ഒരു മാസത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.